എപ്പോഴും ഇത് ഫ്രഷ് ആയിട്ടിരിക്കണം. ഇതുപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൽ മുടിട്ടും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഗ്യാസ് ലീക്ക് ആവുന്നുണ്ട്. 2-3 വട്ടം ഇത് നമ്മൾ റെഡിയാക്കി നോക്കി, പക്ഷെ ലീക്ക്. ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ അടുക്കളയിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ അടുക്കള ക്ലീൻ ചെയ്യുവാണ്. അതുപോലെ തന്നെ ഉച്ചക്കത്തേക്കുള്ള കറിയുടെ സ്പെഷ്യൽ വീഡിയോ കൂടെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കറി വയ്ക്കുന്നത് പെട്ടെന്ന്, അതായത് പെട്ടെന്നാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം കുഞ്ഞെണീക്കുന്നതിന് മുന്നേ ചെയ്ത് തീർക്കണം. അപ്പോൾ ഇന്നൊരു വലിയ ടാസ്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. കാരണം വീഡിയോ എടുക്കുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഓൺ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചോട്ടോ. ഇതിന് മുന്നേ 2 വീഡിയോസ് എടുത്ത് വെച്ചിട്ട് എനിക്ക് ഓൺ വോയിസ് കൊടുക്കാനായിട്ട് ടൈം കിട്ടുന്നില്ല. കാരണം ഓൺ വോയിസ് കൊടുക്കാൻ നേരത്ത് മാക്സിമം സൗണ്ട് അവോയ്ഡ് ചെയ്ത് ഓൺ വോയിസ് കൊടുത്താൽ മാത്രമേ അതിനൊരു എഫക്റ്റ് കിട്ടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഓൺ വോയിസ് കൊടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഓൺ വോയിസ് കൊടുക്കാൻ പറ്റാത്ത ഏരിയയിൽ നമുക്ക് എന്താ ചെയ്യുക, പിന്നീട് നമുക്ക് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്തിട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് അടുക്കളയിലാണ് കയറുന്നത്. അപ്പം മുടി കെട്ടി വെച്ചില്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ മുടിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ പണിയിലോട്ട് പോകട്ടെ. കുറച്ചധികം പണിയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് മോനെ ക്ലാസ്സിൽ വിട്ട് കഴിഞ്ഞിട്ട് അംഗൻവാടിയിൽ പോയിട്ട് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, August 1 to 7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീഡിങ് മദേഴ്സിന് പ്രത്യേകിച്ച് എല്ലാവർക്കും ക്ലാസ് കിട്ടുന്നുണ്ട്. കാരണം മുലയൂട്ടൽ ദിവസങ്ങളാണ്, ആചരിക്കുന്ന ദിവസങ്ങളാണ് August 1 to 7 എന്ന് അറിയാമല്ലോ. അപ്പോൾ അതിന് അനുബന്ധമായിട്ടുള്ള കുറച്ച് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു അംഗൻവാടിയിൽ വെച്ചിട്ട്. അപ്പോൾ അതും നമ്മുടെ ഇവിടുത്തെ ഹെൽത്ത് സെൻ്ററിൽ സിസ്റ്റർമാരും കൂടെ ചേർന്നിട്ടാണ് കണ്ടക്ട് ചെയ്തത്. നല്ല ക്ലാസ്സായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് വന്നപ്പോഴേക്കും ലേറ്റായി. അപ്പോൾ എൻ്റെ പണിയെല്ലാം പെൻഡിങ് ആണ്. അപ്പോൾ മോനെ ഉറക്കി. അപ്പോൾ ആ ഒരു സമയം കൊള്ളിച്ച് ബാക്കി പണിയെല്ലാം തീർക്കണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഓടിച്ചിട്ട് ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യാൻ പോകാട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അരമണിക്കൂറേ ഉള്ളൂ. അരമണിക്കൂറിനുള്ളിൽ അവൻ എണീക്കും. ഇപ്പോൾ എല്ലാം സെറ്റപ്പ് ചെയ്ത് എടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എത്രത്തോളം ആകും എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ നോക്കാം. കാരണം വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ക്യാമറ അങ്ങോട്ട് മാറ്റുമ്പോൾ കുറച്ച് പോകും. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം സ്പീഡപ്പ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുപ്പത്ത് കുടിവെള്ളം വയ്ക്കാൻ പോവാണ്. അപ്പോൾ ആ പണി ആദ്യം ചെയ്യാം. അതിനൊപ്പം തന്നെ ക്ലീനിങ്ങും ചെയ്യാം. ക്ലീനിങ് ചെയ്ത് കഴിയുമ്പോഴേക്കും കറിക്കുള്ളതും സെറ്റ്. ഞങ്ങളുടെ ഗ്യാസ് മാറാറായിട്ടുണ്ട്. കാരണം നല്ല രീതിയിൽ ഗ്യാസ് ലീക്ക് ആവുന്നുണ്ട്. 2-3 വട്ടം ഇത് നമ്മൾ റെഡിയാക്കി നോക്കി, പക്ഷെ ലീക്ക് മാറുന്നില്ല. അപ്പോൾ എന്തായാലും ഗ്യാസാണ്, റിസ്ക് എടുക്കരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും ഇതിങ്ങനെ മാക്സിമം ഇത് എൻ്റെ ഇടയ്ക്ക് അഴുക്കല്ല, ഹാർപ്പിക്ക് ഒഴിച്ചതാണ്. ഹാർപ്പിക്ക് ഒഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചെയ്തതല്ല കേട്ടോ, ഹാർപ്പിക്ക് ഒഴിച്ചതാണ്. അപ്പോൾ ആയി. എനിക്കറിയാം സ്റ്റീലിൽ ഹാർപ്പിക്ക് യൂസ് ചെയ്തതെന്ന് അറിയാം, പക്ഷേ അറിയാൻ പാടാത്താരോ ഇതിനകത്ത് ഹാർപ്പിക്ക് ഒഴിച്ചിട്ട് കുറേ നേരം ഹാർപ്പിക്ക് ഒഴിച്ച് കഴിഞ്ഞ് കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഹാർപ്പിക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിതിൻ ആ ഒരു ടൈമിൽ തന്നെ കഴുകിയെടുക്കണം. നമ്മൾ ഒഴിച്ചങ്ങ് വെക്കരുത്. അപ്പോൾ അത് നമ്മൾ ചെയ്തപ്പോഴേക്കും അതങ്ങനെ ആയി. അപ്പോൾ ഞാനത് അറിഞ്ഞിരുന്നില്ല, ഹാർപ്പിക്ക് യൂസ് ചെയ്ത കാര്യം അറിഞ്ഞില്ല. നമ്മൾ സാധാരണ വിം ലിക്വിഡ് മതി, വിം, സോഡാപ്പൊടി, അതുപോലെ വിനീഗർ, ഈ 3 കാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ 3 സാധനം എപ്പോഴും നല്ല വൃത്തിക്കിരിക്കും. ഇതിപ്പോൾ എത്ര തുടച്ചാലും ചിലപ്പോൾ ഇങ്ങനെ ഹാർപ്പിക്ക് ഒഴിച്ചത് ഇങ്ങനെ ഇതായതുകൊണ്ട് അഴുക്കിരിക്കുന്ന പോലെ തോന്നും. സോ ആ ഒരു പണി എനിക്ക് കിട്ടിയായിരുന്നു. നെക്സ്റ്റ് ഞാൻ ഈ ജഗ്ഗൊന്ന് വാഷ് ചെയ്യട്ടെ.
ഈ ഗ്യാസാണ് ശരിക്കും നന്നായിട്ട് ലീക്കുള്ളത്. ഇതിനും ചെറുതായിട്ട് ലീക്കുണ്ട്. സോ ഞാൻ മാക്സിമം ഈ ഒരു ഗ്യാസ് സ്റ്റവ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഞാനിവിടെ കംപ്ലീറ്റ്ലി ഞാൻ അടുക്കളയിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ 2 ഗ്യാസ് സ്റ്റവ് യൂസ് ചെയ്യുള്ളൂ. അത് ഒരെണ്ണത്തിൽ മാത്രം ഇങ്ങനെ വാങ്ങിച്ച സമയത്ത് തൊട്ട് ചെറുതായിട്ട് ഇങ്ങനെ കരട് വരുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും അതിങ്ങനെ എന്താ പറയുക, പിന്നീട് ഓരോരോ പ്രശ്നങ്ങൾ വന്നിങ്ങനെ ഗ്യാസ് ഓൺ ആക്കുമ്പോൾ ഇങ്ങനെ എന്ന് പറഞ്ഞ് കത്തിയിട്ട് കിട്ടുപോവുക, അങ്ങനെയുള്ള പ്രോബ്ലംസ് വരാൻ തുടങ്ങി. പിന്നെ നമ്മളത് ഓരോ പ്രാവശ്യം നന്നാക്കി കൊണ്ടുവരും തോറും ഓരോ പ്രോബ്ലംസ്. അപ്പോൾ ഈ പ്രാവശ്യം നന്നാക്കി കൊണ്ടുവന്നപ്പോഴേക്കും ലീക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതുപോലെ ചെയ്യാൻ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസാണ്, ജീവിതമാണ്, റിസ്ക്കാണ്. സോ നമ്മളത് മാറ്റണം. ഇപ്പോൾ നീറ്റാക്കി ഇടുമ്പോൾ എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഈ സ്റ്റാൻഡ് കണ്ടിട്ട് നിങ്ങൾ നോക്കണ്ട, ഇത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്ന സ്റ്റാൻഡല്ല കേട്ടോ. കാരണം നമുക്ക് ഇരുന്ന് സംസാരിക്കുമ്പോൾ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് യൂഷ്വലി ഞാൻ വീട്ടിലെ അമ്മയോ ആരെങ്കിലും വിളിക്കുമ്പോൾ കുഞ്ഞിങ്ങനെ ഫോണിങ്ങനെ പിടിച്ച് വലിക്കും. അപ്പോൾ അത് കാരണം ഓഫർ വന്ന സമയത്ത് 120 രൂപയോ അങ്ങനെ എന്തോ ഓഫർ വന്നപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ഫോൺ സ്റ്റാൻഡ് പോലെ തന്നെ ആക്ട് ചെയ്യുള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് ട്രൈപോഡ് പോലെ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഫോർ സം എക്സ്റ്റെൻറ്റ് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇതെൻ്റെ കേരളത്തിലാണ് കേട്ടോ. മുട്ട തീർന്നു, മുട്ട വാങ്ങുന്നതിന്. ഇത് ഞങ്ങൾ പഴനി പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വിളക്കായിട്ട് യൂസ് ചെയ്യാം. ഞാനിത് ശരിക്കും പറഞ്ഞാൽ വാങ്ങിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മെഴുകുതിരിയൊക്കെ കത്തിച്ചിങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിങ്ങനെ ഒരു ഇതിന് വയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ ധൂപ്പ് വെക്കാൻ നേരത്ത് എന്ത് സാധനം ധൂപ്പെന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ചന്ദനത്തിരി പോലെ തന്നെ വേറൊരു പൊടി പോലത്തെ സാധനം ഇങ്ങനെ നമ്മളിങ്ങനെ കോൺ പോലെ ആക്കി വെക്കുമല്ലോ, അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ഇതിനകത്ത് വെച്ചിട്ട് കത്തിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പുക ഇങ്ങനെ വരും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കുന്തിരിക്കം പോക്കണമെങ്കിലും കുറച്ച് നമുക്ക് കനലിൽ 2-3 കനലിട്ടിട്ട് വേണമെങ്കിൽ 1-2 കുന്തിരിക്കം പോക്കണമെങ്കിലും പോയിക്കാം. അപ്പോൾ നല്ല യൂസ്ഫുള്ളാണ്. അത് ഞാൻ കാണിച്ചതാണ്. ഇത് അപ്പുറത്താണ് വെച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞ് എടുക്കുന്ന കാരണം ഇപ്പോൾ സേഫ് ഇവിടെ വയ്ക്കാനാണ്, അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇപ്പോൾ ഇത് എൻ്റെ പൊസിഷൻ ഇപ്പോൾ അടുക്കളയിലാണ് ആക്ച്വലി. ഇതുപോലത്തെ ഒരു സാധനം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഇത് കത്തി മൂർച്ച കൂട്ടുന്ന ഒരു സാധനം. ഇത് ഇപ്പം ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ സ്റ്റീലിൻ്റെ കത്തിയാണ് വിചാരിച്ചത്. ഇത് വളരെ വെയ്റ്റ്ലെസ് ആണ് കേട്ടോ. നമുക്കിത് ഒരു ഇതുണ്ട, ഒട്ടും വെയിറ്റില്ല. ഇതാണ് നമുക്കിതാ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഷാർപ്പനാവും. അപ്പം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണ വെച്ചുകൊണ്ടിരുന്ന ട്രേ മോശമായി. അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം നമുക്ക്. ഇത് നമുക്ക് ഇതുപോലെ കുറേ പ്രാവശ്യം വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടിഷ്യൂ ആണ് കേട്ടോ. അപ്പം ഞാൻ ഇച്ചിരി പിശിക്കാണെന്ന് കൂട്ടിക്കോ, മാക്സിമം ഒരു ടിഷ്യൂടെ പരിപ്പാക്കിയിട്ട് എടുക്കുള്ളൂ. വേണമെങ്കിൽ വീഡിയോ എടുക്കുവാണെങ്കിൽ നമുക്കിത് വേണമെങ്കിൽ വേറെ എടുക്കാതെ കളഞ്ഞിട്ടാണ്. നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടിഷ്യൂവിൻ്റെ ഇതെടുക്കാൻ നേരത്ത് ഈ ഒരു പേപ്പറിന് ഒരു 5 rupees വീണ്ടും ആയിരിക്കും. 5 rupees എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതി കടയിൽ പോയ സാധനം കിട്ടില്ലല്ലോ, 5-5 രൂപ വരെയില്ല. അതുള്ളത് കൊണ്ടും അതുപോലെ നീറ്റായിട്ട് ഇതുപോലെ അല്ലേ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ 3-4 വട്ടം ഇത് പൈപ്പിൽ വാഷ് ചെയ്തിട്ട് ഇങ്ങനെ കീറിയൊന്നും പോകത്തില്ല. നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പാലെടുത്തതിന് ശേഷം പാലിൻ്റെ കവർ ജസ്റ്റ് ഇതിലിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വയ്ക്കും. അപ്പോൾ അതവിടെ ഒട്ടിയിരിക്കും. അപ്പോൾ ഇതിൽ വെള്ളം മുഴുവൻ പോയില്ലെങ്കിൽ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടി ചേച്ചിമാർക്ക് കൊടുക്കുകയും ചെയ്യും. അതേസമയം നമ്മൾ ഇതിനകത്ത് പാലെടുത്തതിന് അങ്ങനെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് പുഴു വരെ അവർ കൊണ്ടുപോകത്തില്ല. അപ്പോൾ ഞാൻ മാക്സിമം ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. മുകളിലെ പോർഷനിലെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ ചീര എടുത്തുകൊണ്ട് വന്ന് കട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ എനിക്ക് കറിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ അടുപ്പിച്ച് വയ്ക്കും. അതായത് അത് ചെയ്യാൻ കേട്ടോ. അപ്പം ഞാൻ എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് വയ്ക്കട്ടെ.
ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ കറിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിലെടുത്തിടുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചീര അരിഞ്ഞെടുക്കാൻ പോവാണ്. അപ്പോൾ ചീര അരിഞ്ഞെടുക്കുമ്പോൾ ഫസ്റ്റ് ചീര ഞാൻ ആദ്യം വേറെ ഒരു കൊട്ടയില്ല, അതുകൊണ്ട് ഈ കൊട്ടക്കകത്ത് ചീരയുടെ ഇല ഇപ്പോൾ 3ാമത്തെ ദിവസമാണ്. ഈ ചീര ഞാൻ വാങ്ങിയിട്ട് 3ാമത്തെ ദിവസമാണ്. ഇപ്പോഴും ഇത് ഫ്രഷ് ആയിട്ടിരിക്കണം. കണ്ടോ, ഇതുപോലെ എങ്ങനെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒന്ന് തളിച്ചതിന് ശേഷം, വെള്ളം നിൽക്കാൻ പാടില്ല, എന്നാൽ ഇതിന് ആ ഒരു വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത പോലെ ഉണ്ടാകും വേണം. എന്നിട്ടതാ ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറിൽ ഈ വാല് ഭാഗം വേണം പ്ലാസ്റ്റിക് കവറിൻ്റെ ഇവിടെ വരാനായിട്ട്. അപ്പോൾ അതങ്ങനെ വരാൻ നേരത്ത് എന്താ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ടോ ചീര, ഇതുപോലെ നിൽക്കും. 3ാമത്തെ ദിവസമാണെന്ന് ആലോചിക്കണം. ഇത് ഫ്രൈഡേ വാങ്ങിച്ചതായിരുന്നു, ട്യൂസ്ഡേ ആണ്. ഫ്രൈഡേ വാങ്ങിച്ചെന്ന് പറയുമ്പോൾ ഫ്രൈഡേ ഫ്രിഡ്ജിൽ കയറ്റിയ സാധനം. സാറ്റർഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ 4ാമത്തെ ദിവസം. ഫ്രൈഡേ കൂട്ടുവാണെങ്കിൽ 5ാമത്തെ ദിവസമാണ് ഇന്ന് ഞാനിതെടുത്ത് കറി വയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ടാർഗറ്റ് അരമണിക്കൂറിനുള്ളിൽ കഴിയില്ല. അങ്ങനെയുള്ള വർത്തമാനം പറയുന്നുണ്ട് വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നില്ല. മിക്കവാറും ഇതിനകത്ത് തന്നെ എണീക്കും, അത് വേറെ കാര്യം. അപ്പം നമുക്ക് എന്തായാലും ഇതൊന്ന് ക്ലീൻ ചെയ്യാം. ചീര ഞാൻ വാഷ് ചെയ്തു. ചീര വാഷ് ചെയ്തിട്ട് ഇതുപോലെ ചോറ് വാർത്തിരുന്ന പാത്രത്തിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് വെള്ളം എല്ലാം കൂടെ അതിനകത്തോട്ട് വീണോളൂ. ഓക്കെ, നമ്മൾ വെള്ളം തിളച്ചിട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് പരിപാടി നോക്കാം. നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമുക്ക് ഉള്ളി വയ്ക്കാം. നമുക്ക് കുറച്ച് ഉള്ളി വേണം. കുറച്ചുള്ളി വേണം നമുക്ക്, വെളുത്തുള്ളി വേണം, കുറച്ച് പച്ചമുളക് വേണം, കുറച്ച് കറിവേപ്പില വേണം, മല്ലിയില വേണം. ഇത് നമുക്ക് വേഗം തൊലി പൊളിച്ചിട്ട് എടുക്കാം. അപ്പം നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കട്ട് സ്മോൾ പീസസ്. ലെറ്റ്സ് ഗോ. അപ്പം നമ്മൾ കുക്കിങ്ങും കട്ടിങ്ങും എല്ലാം ഒന്നിച്ചങ്ങോട്ട് ചെയ്യാണ്. ഫസ്റ്റ് നമ്മൾ കുക്കർ അടുപ്പത്തോട്ട് വെച്ച് അതിലൊരിച്ചിരി വെള്ളമുണ്ട്. ആ വെള്ളം ഒന്ന് പോട്ടെ. അതിന് ഇത് നമ്മുടെ ഇത് ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് സ്ലാബിൽ വെച്ചിട്ട് തട്ടരുത്. ഓക്കെ, ഇങ്ങനൊരു തുണി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ തുണി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കല്ല് വയ്ക്കണം. ഓക്കെ, എന്നിട്ട് നമ്മളിത് 2-3 കറിക്ക് വേണ്ടിയിട്ടാണ് ഉള്ളി എടുത്ത്. ഉള്ളി തീർന്നു, നമുക്ക് വാങ്ങിയിട്ട് വേണം. കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു 3 പച്ചമുളക്. ഓക്കെ, 3 പച്ചമുളക്, കുറച്ച് വേപ്പില, ബാക്കി നമ്മൾ ഡയറക്റ്റ് ചേർക്കും. പച്ചക്കുരുമുളക്. ഓക്കെ, ഇത് പാത്രം ചൂടായി, നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ, കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. ഇതിനകത്തൊരു ഫില്ലറുള്ള കാരണം അധികം വീടില്ല. നമ്മളിങ്ങനെ ഒഴിക്കുന്ന കാണുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നും, കുറച്ച് ഒഴിച്ചോളൂ. ഓക്കെ, ദെൻ നമ്മളിതിനെ നന്നായിട്ട് തിളയ്ക്കാം.
ജീരകം. ഞാൻ കുറച്ച് പോർഷൻ കട്ട് ചെയ്തു, കുക്കറിൽ നിന്ന് ക്ലോസ് ചെയ്തിട്ട്, കാരണം ഫുള്ള് കാണിക്കാൻ പറ്റിയില്ല. ഒരു തുമ്മൽ തുടങ്ങിയിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് തുമ്മിക്കൊണ്ടിരിക്കണായിരുന്നു. തുമ്മി എനിക്ക് ലാസ്റ്റ് മൂക്കൊക്കെ വേദന എടുക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ പോയി കുറേ നേരം മുഖമൊക്കെ കഴുകി. അയ്യോ, കംപ്ലീറ്റ്ലി എന്താ പറയുക, ഒരു ശ്വാസം മുട്ടലായിപ്പോയി. ഓക്കെ, അപ്പോൾ അത് കാരണം ഞാനങ്ങനെ ഓക്കെ. അപ്പോൾ ചീര വെക്കാൻ പോവാണ്. മസാല ഫ്രൈ ചെയ്തിട്ടിടാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തായിരുന്നു, കണിയാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചീര എടുത്തിട്ട് ഈ ഒരു പോർഷൻ വെച്ച് കട്ട് ചെയ്ത് ഈ പോർഷൻ നമ്മൾ വേറെ സെപ്പറേറ്റ് അരിയും, ഈ പോർഷൻ വേറെ അരിയും കേട്ടോ. ഈ ചീര അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഞാൻ പണ്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ക്ലോത്തിൻ്റെ സെയില് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം മുന്നേ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഡെലിവറിയുടെ ഒക്കെ ടൈം ആയപ്പോൾ ക്ലോസ് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയായിരുന്നു. അത് ഈ ഓണത്തിന് റീസ്റ്റാർട്ട് കൊടുക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ഓണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ചെറുതായതൊന്നും ചില ആരുടെടുത്തും അങ്ങനെ നമുക്ക് ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ ഈ ഒരു പ്രായത്തിൽ. 7 മാസമൊക്കെ ഉള്ളൂ. അപ്പം കുറച്ചുകൂടെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റീസ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള ഇതിലാണ്. അപ്പോൾ ഞാനിത് ചീര അരിഞ്ഞ് പോട്ടെന്ന് അരിഞ്ഞ് തന്നാൽ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ എടുത്തിരുന്നു. അന്നേരം ഇതുപോലെ ചീര ഇരുന്നു അന്ന് കറി വെച്ചത്. അപ്പോൾ ചീര അരിഞ്ഞ ഓർമ്മ, ചീര അരിഞ്ഞുകൊണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് വേണ്ടി സംസാരിച്ചത്. പക്ഷേ എന്ത് ചെയ്യാം, ആ വീഡിയോ ഇനി എഡിറ്റ് ചെയ്ത് നടക്കില്ല. കാരണം നമ്മൾ അന്ന് തന്നെ നമുക്ക് ഓൺ വോയിസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യമൊക്കെ നമുക്ക് ആ രീതിയിൽ തന്നെ ഓർത്ത് പറയാം. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ലിപ് മൂവ്മെൻറ്റും നമ്മൾ പറയുന്നത് സിങ്ക് ആകത്തില്ല. അപ്പം ഞാൻ തണ്ട് വരുന്നത് വേറെ സെപ്പറേറ്റ് വയ്ക്കും, ഇല വരുന്നത് സെപ്പറേറ്റ് വയ്ക്കും കേട്ടോ.
അപ്പോൾ കുഞ്ഞെണീറ്റു. അപ്പോൾ ഇനി ബാക്കി വീഡിയോ എടുക്കലൊന്നും നടക്കത്തില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.